അല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാവുന്നു, അവരാരെ നിശ്ചയിക്കുന്നതൊക്കെ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള ഒരു പ്രക്രിയ നടന്നതിന് ശേഷം വന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്. ഇപ്പം അബിൻ വർക്കി ഇന്ന് നടത്തിയിട്ടുള്ള പ്രതികരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്നെ തഴഞ്ഞത്, എന്നെ പ്രസിഡന്റ് ആക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന്റെ നേതൃത്വം ഉത്തരം പറയേണ്ടതാണ്. ഇപ്പം എൻ ശ്രീകുമാർ പറയുന്നത് അബിൻ വർക്കി സാധാരണ പത്രക്കാർ കണ്ടപ്പോൾ എന്തോ ചോദിച്ചു, അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് ശ്രീകുമാർ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും എനിക്ക് ഇതിനകത്ത് അതൃപ്തി ഉണ്ടെന്നും എന്നെ തഴഞ്ഞിരിക്കുകയാണെന്നും വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കി പത്രക്കാർ കണ്ടത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ പാർട്ടി പറഞ്ഞതെല്ലാം കേട്ടല്ലോ, ഞാൻ കേസുകളിൽ പ്രതിയായല്ലോ, ജയിലിൽ കിടന്നല്ലോ, സമരത്തിന് പോയല്ലോ, ഞാനിനി എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പം അതിനെല്ലാം മറുപടി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമാണ് പറയേണ്ടത്. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ അങ്ങ് അവതരിപ്പിക്കുകയാണ്. അതിലിപ്പോൾ ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് വളരെ പ്രസക്തിയുള്ള ഒരു സംഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം കോർണർ ചെയ്ത് ആക്ഷേപിക്കുന്നു, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേർക്ക് ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്തൊക്കെയോ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്, അവർ വെറും പാവങ്ങളാണ്, പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്യാത്തവരാണ്, അവരെ വല്ലാതെ കോർണർ ചെയ്ത് ആക്ഷേപിക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെ വല്ലാതെ ഭയക്കുന്നു ഇടതുപക്ഷത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാരെല്ലാം വല്ലാതെ ഭയക്കുന്നു, യൂത്ത് കോൺഗ്രസിന് ഭയങ്കരമായ ഗ്ലാമർ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിനെ ഭയക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ ഭയക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന KSUവിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹപ്രവർത്തകർ അവരുടെ നേതാക്കന്മാരെ ഭയക്കുന്നു എന്ന് അവർക്കിടയിൽ തന്നെ ആരോപണം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഭയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ ഭയക്കുന്നത് യൂത്ത് കോൺഗ്രസിന് പുറത്തുള്ള ആളുകളല്ല, യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരാണ് എന്ന കാര്യം മാത്രമാണ് ആ കാര്യത്തിലൂടെ പറയാനുള്ളത്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറയുകയാണ്. എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളത്? യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏറ്റെടുത്ത ഒരു സമരം ഏതാണ്? യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ പ്രാധാന്യമുള്ള മുദ്രാവാക്യം എന്താണ്? യൂത്ത് കോൺഗ്രസ് കുറേ സമരം നടത്തിയിട്ട് എന്താണ്? പിണറായി രാജിവെക്കണം, കേരളത്തിൽ വരുന്ന വികസനം മുടക്കാൻ വേണ്ടിയിട്ട് കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചില കോടതി കേസുകൾ പോയിട്ടുണ്ട്, എല്ലാം എടുത്തു കളഞ്ഞല്ലോ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ മാത്യു കുഴൽനാടൻ. അദ്ദേഹമാണല്ലോ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇത് രാഷ്ട്രീയ കളിക്കുള്ള വേദിയല്ല, ചെവിക്ക് പിടിച്ച് പുറത്താക്കിയല്ലോ, ഇനി അധികം ഇവിടെ നിന്ന് കളിച്ചാൽ 10 ലക്ഷം രൂപ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. അതങ്ങനെ പോയി. പിന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തി. ഒരു സമരവും ഇവിടെ ക്ലിക്കായിട്ടില്ല. പിന്നെ ആ ഘട്ടത്തിലാണ് വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായത്. അവിടെ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും ഈ വയനാട് ദുരന്തം ബാധിക്കുന്ന ആളുകളെ ഏറ്റെടുക്കുന്നു, അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, ഏത് വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസമാണ് അവർ ഏറ്റെടുത്തത്? അവിടെ വലിയ പ്രഖ്യാപനം നടത്തിയല്ലോ. എല്ലാ ചാനലുകളും, ഈ മീഡിയ വൺ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ അവരുടെ കാർഡ് അടിച്ച് വിട്ടല്ലോ. ഞങ്ങളവിടെ പോയിട്ട് 25 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നടപ്പാക്കും എന്നാണ് പറഞ്ഞത്. എവിടെയാണ് കൊടുത്ത വീട്? ആ പിരിച്ച പണം എവിടെ? ആ പിരിച്ച പണമെല്ലാം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് പിന്നെ നമ്മൾ കണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതാണോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസക്തി? അതിനെയാണോ കേരളത്തിലെ മറ്റ് പ്രസ്ഥാനങ്ങൾ ഭയക്കേണ്ടത്? എന്തിന് ഞങ്ങൾ ഇവരെ ഭയക്കണം? യൂത്ത് കോൺഗ്രസിന് ഇതുപോലെയുള്ള അധ്യക്ഷന്മാരും എല്ലാം വരട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അബിൻ വർക്കി വന്നാലും OJ ജനീഷ് വന്നാലും ഷാഫി പറമ്പലായി കഴിഞ്ഞാലും ഇനി മാങ്കൂട്ടം തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാലും അതൊന്നും സാധാരണ ആളുകളെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ ഇവരെ ചില ആളുകളെ വലിയ വിശുദ്ധരാക്കിയാണ്. ഈ യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് ഇപ്പം എന്താണ്? ഷാഫിയുടെ ഒരു അടിമപ്പടയല്ലേ? ഷാഫിയുടെ അടിമക്കൂട്ടമല്ലേ യൂത്ത് കോൺഗ്രസ്? ഷാഫിയും രാഹുലും പറഞ്ഞ ആളാണ് ഇപ്പം പ്രസിഡന്റായി വന്നിട്ടുള്ളത്. ഷാഫിയുടെക്കും രാഹുലിനും വേണ്ടിയിട്ട് എന്ത് പണിയും എടുക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൈകളിലേക്ക് യൂത്ത് കോൺഗ്രസ് അധപ്പതിച്ചു. ഷാഫിയുടെ ഒരു ടീമായിട്ട്, ഷാഫിയുടെ ഒരു സംഘമായിട്ട് അധപ്പതിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അവിടെ യൂത്ത് കോൺഗ്രസിന് വലിയ പ്രസക്തിയുണ്ട് എന്നൊക്കെ ശ്രീകുമാർ അങ്ങ് പറഞ്ഞാൽ അതെല്ലാം കേൾക്കുന്ന ആളുകൾക്ക് ചിരിയല്ലാതെ മറ്റൊന്നും വരാനില്ല.